ഹലോ, ഹെൽത്തി ടോക്സ് ബൈ രേഷ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് രേഷ്മ. ഹെൽത്ത് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വൈറ്റമിൻ ഇയെ പറ്റിയാണ്. വൈറ്റമിൻ ഇയുടെ ബെനിഫിറ്റ്സ്, സോഴ്സ്, ഇത് കൂടുതലായിട്ട് കഴിച്ചാലുണ്ടാകുന്ന റിസ്ക് എലമെന്റ്സ് എന്നിവയെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വിറ്റാമിൻ ഇ അഥവാ ടോക്കോഫെറോൾ ഇതൊരു ഫാറ്റ് സോല്യൂബിൾ വിറ്റാമിൻ ആണ്. നമ്മൾ വിറ്റാമിൻ ഇയുടെ ശരിയായ ഉപയോഗത്തെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതെന്ന് പറയുന്നത് ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ഏജൻ്റാണ്. അതായത് ശരീരത്തിലെ കോശങ്ങളുടെ കേടുപാടുകൾ മാറ്റുന്നതിനെയാണ് ആൻറ്റി ഓക്സിഡൻ്റ് ഏജൻ്റ് എന്ന് പറയുന്നത്. ഇതൊരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ഏജൻ്റ് ആണെന്ന്. അപ്പോൾ ഇതൊരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ യുവത്വം നിലനിർത്തുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിലും ഈ വിറ്റമിൻ ഇ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടല്ലേ, അപ്പോൾ നമ്മുടെ മെൻസ്ട്രേഷന് മുന്നേ ഉള്ള പെയിനിന് നമ്മൾ വൈറ്റമിൻ ഇ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ സ്ത്രീകളുടെ മാർദ്ദങ്ങളിൽ വരുന്ന ഫൈബ്രോ അഡിനോസിസിന് ഡോക്ടർമാർ ഇത് പ്രിസ്ക്രൈബ് ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനുള്ള വേറൊരു ഗുണമാണ് നമ്മുടെ ശരീരത്തെ ഇത് ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇൻഫ്ലമേറ്ററി ഏജൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കുണ്ടാകുന്ന വീക്കത്തിനെയാണ് ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്നത്, ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആയിട്ട് നമ്മുടെ വിറ്റാമിൻ ഇ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ കരളിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അതായത് ആൽക്കഹോളിൻ്റെ അഡിഷൻ മൂലമല്ലാതെ ഉണ്ടാകുന്ന ഫാറ്റി ലിവറിനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കുറയ്ക്കാനും വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കണ്ണിലുണ്ടാകുന്ന തിമിരം, ആ തിമിരം മാറുന്നതിന് വേണ്ടിയും നമ്മുടെ വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട്. ഈ വൈറ്റമിൻ ഇയുടെ പ്രധാന സോഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം. നമ്മുടെ വാൾനട്ട് വൈറ്റമിൻ ഇയുടെ റിച്ച് സോഴ്സാണ്. കൂടാണ്ട് സ്പിനാച്ച്, പിന്നെ ആൽമണ്ട്സ്, കാഷ്യൂ, ഇവയൊക്കെ വൈറ്റമിൻ ഇയുടെ റിച്ച് സോഴ്സാണ്. ഇനി നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സണ് 15 മില്ലിഗ്രാം വരെയുള്ള അഡൽറ്റിന് 15 മില്ലിഗ്രാമാണ് ഡെയിലി ഡോസ് എന്ന് പറഞ്ഞ വൈറ്റമിൻ ഇയുടെ. ഇനി നമുക്ക് വിറ്റാമിൻ ഇയുടെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് പറയാം. അതായത് നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആണുങ്ങളുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വരെ കാരണമാക്കുന്നു എന്നാണ് ചില പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. കൂടാതെ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കൈ മുറിയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാകും. പിന്നെ നമ്മൾ ചില മരുന്നുകളുടെ കൂടെ വൈറ്റമിൻ ഇ കഴിച്ചു കഴിഞ്ഞാൽ ആ മരുന്നുകളുടെ എഫക്റ്റ് വൈറ്റമിൻ ഇ കുറയ്ക്കും. ആ മരുന്നുകൾ ഏതൊക്കെയെന്ന് നോക്കാം. കൊളസ്ട്രോളിന് നമ്മൾ കഴിക്കുന്ന അറ്റോർവാസ്റ്റാറ്റിൻ നമ്മൾ ഈ വൈറ്റമിൻ ഇയുടെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഈ അറ്റോർവാസ്റ്റാറ്റിൻ്റെ എഫക്റ്റ് ഇത് കുറയ്ക്കും. നമ്മൾ ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗുകൾ, അതായത് ബ്ലഡ് ക്ലോട്ട് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗുകളുടെ കൂടെ കഴിച്ചാലും അവയുടെ എഫക്റ്റും ഇത് കുറയ്ക്കും. പിന്നെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗിൻ്റെ കൂടെ കഴിച്ചാലും അവയുടെ എഫക്റ്റ് ഇവ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏതൊരു മരുന്നെടുക്കുന്നതിന് മുന്നേയും ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രം നമ്മൾ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അത് ഏത് ഡ്രഗായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വൈറ്റമിൻ ഇയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.